ഹായ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അബി. അപ്പോൾ ഞാനിന്ന് ജിമ്മിൽ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ജിമ്മ് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ വരുന്ന ടൈമിൽ ഇത്രയും മഞ്ഞ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇറങ്ങിയ ടൈമിൽ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഭയങ്കരമായിട്ട് മഞ്ഞ് വീണ് നല്ല അടിപൊളിയായിട്ട് കിടക്കുമായിരുന്നു. ഇവിടെ ഭയങ്കരമായിട്ട് സ്നോ ആയി. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ സ്നോ പെയ്തായിരുന്നു, പക്ഷെ ഇത്രയില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും വിചാരിച്ചത് ഇത്രയും സ്നോ ആകത്തില്ലെന്നാണ്. പക്ഷേ ആയി നല്ല രീതിയിൽ. ഞാൻ വരുമ്പോൾ ഇവിടെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി കുറച്ച് സ്നോ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് സ്നോ, ഭയങ്കരമായിട്ട് ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റോഡിലോട്ട് നോക്കാം. റോഡിൽ എന്തൊക്കെയാണ് അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റോട്ടിൽ. അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ ആയിട്ടുണ്ട്. വണ്ടികളെല്ലാം പെതുക്കെയാണ് പോകുന്നത്. കണ്ടോ, വീമൊക്കെ എത്ര വലിയ വണ്ടിയാണെന്ന് ഇറങ്ങിയാൽ സ്നോ സമയത്ത് പതുക്കെ പോകാനേ പറ്റുള്ളൂ. നല്ല രീതിയിൽ സ്നോ ആയിരുന്നു. കണ്ടോ, ഒരു പോളോ പോകുന്നു. കുറേ വണ്ടികൾ. സാധാരണ സ്നോഫോളിങ് ഉള്ള ടൈമിൽ ഇവർക്കറിയാം, എനിക്ക് തോന്നുന്നു കൗൺസിലുകാരാണെന്ന് തോന്നുന്നു, അവരുടെ ആൾക്കാർ വന്നിട്ട് വലിയ വണ്ടിയിൽ വന്നിട്ട് ഈ ഉപ്പ് നല്ലപോലെ ഇതിലെ വിതറുമായിരുന്നു. അതായത് നമ്മൾ ഈ നടക്കുന്ന സ്ഥലത്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വിതറുമായിരുന്നു. കാരണം ഈ സ്നോ ഇതായിട്ട് പോയാലേ, അലിഞ്ഞു പോയാലും അവിടെ എന്താ പറയുക, ചില ആൾക്കാർ തെന്നി വീഴും. ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ അത് മാറാനായിട്ട് ഭയങ്കരമായിട്ട് അത് ഹെൽപ്ഫുള്ളാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ വേറൊരു ലോകത്ത് വന്ന പോലെ. ഇപ്പോൾ ഈ സിനിമയിലും ഓരോ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ സെറ്റിട്ട പോലൊക്കെ ഭയങ്കര ഒരു ഫീല്, അതുപോലത്തെ ഒരു ഫീല്. കാരണം അങ്ങ് ദൂരെയാണെങ്കിലും മരങ്ങളാണെങ്കിൽ ആയിക്കോട്ടെ, എന്താ പറയുക, വേറൊരു ചില ഇത് കണ്ടില്ലേ, വണ്ടി ഇതിവിടെ ഇറക്കമാണ്. ഇറക്കത്ത് വണ്ടി പതുക്കെ വരുന്നത്. കാരണം ഇറക്കത്തെ സ്പീഡ് വന്നു കഴിഞ്ഞാൽ ഇറക്കം കഴിയുമ്പോൾ വണ്ടി കൺട്രോളിലല്ലാതാവും. കണ്ടോ, ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഈ വലിയ വണ്ടി തന്നെ കണ്ടില്ലേ, ഇതിപ്പോൾ കണ്ടെയ്നറാണ്, ട്രെയിലറാണ്. ട്രെയിലറ് ഭയങ്കര പതുക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പം തന്നെ തെന്നി പോകുന്നുണ്ട്. പക്ഷേ നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷേ ഈ ടൈം ഡ്രൈവ് ചെയ്യുന്നവർക്ക് അത്ര നല്ലതല്ല. സ്നോയിൽ ഇതാണ് BMW. സ്നോയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുന്നവർക്ക് ആയിരിക്കും ഭയങ്കര, എന്താ പറയുക, ഒരു അത്ര നല്ലതല്ലാത്തൊരു ഇത്. അവരൊട്ടും സേഫ് അല്ലായിരിക്കും. കാരണം ഇതുപോലൊക്കെ ഇത് ഒരു റൗണ്ട് അബൌട്ടാണ്. ഇവിടുന്ന് നമ്മളെങ്ങോട്ടാണ്, ഇപ്പോൾ റൈറ്റിലേക്ക് റൗണ്ട് അബൌട്ട് കടന്ന് അങ്ങോട്ട് പോകണമെങ്കിലും ലെഫ്റ്റിലേക്ക് പോകണമെങ്കിലും ഇവിടെ വന്ന് സ്ലോ ചെയ്യണം. ഈ സ്ലോ ചെയ്യുന്ന സമയത്ത് സ്നോ ആണെങ്കിൽ തെന്നി വണ്ടി ഫ്രണ്ടിലോട്ട് പോകും. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇതുണ്ടോ, സെറ്റിട്ട പോലൊക്കെ, നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലൊക്കെ സെറ്റിട്ട പോലൊക്കെ. ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. ഞാൻ ഈ പ്രാവശ്യമാണ് നല്ല രീതിയിൽ സ്നോ കാണുന്നത്. അപ്പോൾ അതുപോലെ നാട്ടിൽ ഇല്ലാത്തൊരു സാധനമാണ് ഈ ഒരു സാധനം. ക്രോസ് ചെയ്യണമെങ്കിൽ ഇതുണ്ടോ, അലാറം അടിച്ചു, സിഗ്നൽ റെഡായി, ഇങ്ങനെ പോകുന്നു. കണ്ടോ, അപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിത്തരും. ഒരു ലൈനുണ്ട്, അവിടെ വണ്ടി നിർത്തിത്തരും. അങ്ങനെ അതൊരു നല്ലൊരു കാര്യം കേട്ടോ.
ഇങ്ങനെ ഇപ്പം എല്ലാ ജംഗ്ഷനിലും എല്ലാ ഓരോ അത്യാവശ്യം വേണ്ടുന്ന ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഭയങ്കരമായിട്ട് സ്നോ ആയി. ഇപ്പോൾ സമയം ഇവിടുത്തെ ഏകദേശം 11:15 കഴിഞ്ഞാണ്. ഭയങ്കരമായിട്ട് ഉണ്ടോ, നമ്മളേതോ ഭയങ്കരമായിട്ട് വേറെ ലോകത്ത് വന്ന പോലെ. എൻ്റെ ഇപ്പം വീണേനെ, ഇപ്പം വേറെ ലോകത്ത് പോയേനെ. അയ്യോ, അത് ഈ നടക്കുന്ന ടൈമിലെ ഇത് കണ്ടോ, കട്ടിങ്, റോഡിൻ്റെ കട്ടിങ്, ഇത് മഞ്ഞ് വീണിട്ട് ഒരുപോലൊക്കെ കിടക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ നടന്ന് കട്ടിങ്ങിൻ്റെ വെളിയിൽ പോയി ചവിട്ടി, അതാ പറ്റിപ്പോയെ. പിന്നെ ഇതുണ്ടോ, വണ്ടിയൊക്കെ സ്നോയിൽ കുളിച്ച് മൂടി നിൽക്കുക. ഇതൊരു വാഷിംഗ് സെൻ്ററാണ്, കാർ വാഷിങ്ങിൻ്റെ ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഇവിടെ വാഷ് ചെയ്ത വണ്ടിയൊക്കെയാണ് ഈ സ്നോയിൽ മുങ്ങിക്കിടക്കുന്നത്. കണ്ടോ, അടിപൊളി. അതെ, അങ്ങനെ പോവാണ്. കണ്ടോ, അവിടുന്ന് അത്യാവശ്യം നല്ല സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ഈ കയറ്റമൊക്കെ കയറി പോകും സിമ്പിളായിട്ട്. കണ്ടോ, ഭയങ്കര അടിപൊളിയായിട്ട് കയറും. ഇപ്പോൾ നല്ലപോലെ സ്നോ പെയ്യുന്നുണ്ട്, നേരത്തെ ഇല്ലായിരുന്നു. അതായത് 11 മണി കഴിഞ്ഞ് മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ പെയ്യും എന്ന് വെതറിലുണ്ട്. പിന്നെ ഇത് അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, പിന്നെ നാട്ടിലെ സ്പീഡ് ക്യാമറ പോലത്തെ ക്യാമറ ആയി. അങ്ങനെ ഈ ആൾക്കാരൊക്കെ സ്നോ കാണാനൊക്കെ ഇറങ്ങുന്ന കേട്ടോ. അല്ലാതെ ഈ ടൈമിൽ ഒറ്റ വണ്ടികൾ കാണത്തില്ല. ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർ ഒരു ഇവരുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു 5 മണി, 4:30-5 മണിയൊക്കെ ആകുമ്പോൾ ഇവർ ഫുഡ് കഴിക്കും. അതായത് രാത്രിയിലത്തെ ഭക്ഷണം, അതായത് ഡിന്നർ. അത് കഴിച്ചിട്ട് ഇവരൊരു 6 മണിയോട് കൂടി ഇവർ ഉറങ്ങും. ഇവർ നേരത്തെ കിടക്കുകയും ചെയ്യും, നേരത്തെ എണീക്കുകയും ചെയ്യും. അതാണ് ഇവരുടെ വലിയൊരു ഇത്. പക്ഷെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് സ്നോ കാണാനൊക്കെ ആയിട്ടാണ്. ഈ വർഷത്തെ ഫസ്റ്റ് സ്നോയാ ഇവിടുത്തെ. അപ്പോൾ അത് കാണാനും ആഘോഷിക്കാനും ഒക്കെ ഒത്തിരി പേരുണ്ട്. കുറേ പേരൊക്കെ കിടന്നു, എല്ലാവരും ഒക്കെ കിടന്നു. പിന്നെയും ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഇതുണ്ടോ, ഭയങ്കര അടിപൊളിയായിട്ടില്ലേ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോ സ്നോ മനുഷ്യനൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇപ്പം നല്ല സ്നോ ആയി കേട്ടോ. ഇപ്പോൾ ഇതുണ്ടോ, എൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പം കണ്ടോ, ഭയങ്കരമായിട്ട് ആരും ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും വലിയ പ്രശ്നമില്ല. എനിക്കാണ് പ്രശ്നം, കാരണം ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര ജാക്കറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മഞ്ഞ് പെയ്യുന്നില്ലായിരുന്നു, ജസ്റ്റ് തണുപ്പ് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് ഇടാൻ ഈ ഹുഡി ഇട്ടത്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് മഞ്ഞ് പെയ്യുന്നു, അതാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. അപ്പം അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മഞ്ഞുണ്ട്. രാത്രി ഒരു മണിക്കൂറേ ഉള്ളൂ, 1 മണിക്കൂറേ വെതറിനകത്ത് കാണിക്കുന്നുള്ളൂ.
ജസ്റ്റ് യു കെയിൽ വന്നിട്ട് ഫസ്റ്റ് മഞ്ഞാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തന്നേ ഉള്ളൂ. സൂക്ഷിച്ച് പറഞ്ഞേ എന്നൊക്കെ. അപ്പോൾ ആര്യ ഒരു പരിവായി. ഇത് ഓക്കെ. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്ക് വശത്ത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന അവിടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആയിട്ടുണ്ടെന്ന്. ഇതാണ് ഞാൻ ഓൾറെഡി തുറന്നിട്ടേക്കാണ്. ഇതുണ്ടോ, ഭയങ്കര രസമാണ് നമ്മുടെ വണ്ടി. ഇത് സ്വിഫ്റ്റാണ്, പക്ഷേ ഇത് നമ്മുടെ വണ്ടിയല്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ചെയ്യാം. അത് വലിയൊരു കഥയാണ്, അത് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടു നോക്കണം. എനിക്കതേ പറയാനുള്ളൂ. പക്ഷേ ഇതൊരു സ്വിഫ്റ്റ് ടൈപ്പ് 2 സ്വിഫ്റ്റാണ്. കുറച്ച് വലിയൊരു കഥയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് കാണണം. പിന്നെ ഇത് നമ്മുടെ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലൊക്കെ എന്താ പറയുക, ഒരു വേറെ ഫീലാണ് നമുക്ക്. ഇതുണ്ടോ, വണ്ടിയൊക്കെ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. ഇതുണ്ടോ, കണ്ടോ, ഭയങ്കരമായിട്ട്. ഇത് വൈപ്പറാണേ, വൈപ്പറൊക്കെ കണ്ടോ, ഭയങ്കരമായിട്ട് ഇതായി. കണ്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ പുറത്ത് ഒരു സ്നോമാനെ ഉണ്ടാക്കാനായിട്ട് നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാം റെഡിയാക്കി. ഒരു ക്യാരറ്റ്, 2 ബ്ലൂബെറി, പിന്നെ അതിൻ്റെ കൈ വെക്കാനായിട്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് മാക്സിമം ഞാൻ ചെയ്തു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഒരാൾ അങ്ങോന്ന് നടന്നു വരുന്നുണ്ട്. ആ നടന്നു വരുന്ന പുള്ളി, ഓപ്പോസിറ്റ് നടന്നു വരുന്ന പുള്ളി തിരിച്ച് എൻ്റെ പുറകിൽ പോയിട്ട് തിരിച്ചു വന്നു. അതായത് എൻ്റെ ഫോൺ ഇവിടെ ട്രൈപ്പോടെ ഇരിക്കുമായിരുന്നു. എനിക്ക് തോന്നിയത് അയാൾ അത് എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് ആ ക്യാമറ ഞാനങ്ങ് എടുത്തു. വീഡിയോയിൽ അയാൾ കാണാൻ പറ്റും. പുള്ളി പുറകിൽ ഒരു പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്ന. അഥവാ ഈ വീഡിയോ ആരെങ്കിലും യു കെയിൽ വന്ന ആൾക്കാർ കാണുവാണെങ്കിൽ, അതായത് പുതിയതായിട്ട് വന്ന ആൾക്കാർ കാണുവാണെങ്കിലോ, ഇനി ഇത് ഇവിടുത്തെ അറിയാത്ത ആൾക്കാരെന്തെങ്കിലും നാട്ടിലുള്ള ആൾക്കാരുണ്ടെങ്കിലോ അറിയാനായിട്ട് പറയാം. ഇവിടെ നല്ല രീതിയിൽ മോഷണം നല്ല രീതിയിലുണ്ട്. അതായത് കാറായിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, സൈക്കിളായിക്കോട്ടെ, ഫോണായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും നമ്മളൊന്ന് മാറിയാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വരുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും. നമ്മൾ ഈ യു കെയിൽ എവിടെ നോക്കിയാലും ബ്ലാക്ക് ആയിരിക്കും. കോമൺ ആയിട്ടുള്ളൊരു കളറാണ് ബ്ലാക്കും. പക്ഷേ അങ്ങനെ വരുന്നവർ കള്ളന്മാരാണെന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റത്തില്ല. പക്ഷേ നമ്മൾ എല്ലാത്തിലും ഒരു മുൻകരുതൽ, അതായത് നമ്മളെ ചുറ്റും എന്താണോ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായാൽ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതുപോലൊക്കെ വീഡിയോ എടുക്കുന്നവർ, വ്ളോഗ് ചെയ്യുന്നവർ ഒക്കെ നമ്മുടെ ഗാഡ്ജറ്റ്സ് നല്ലതുപോലൊക്കെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളെ അടിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പല സ്ഥലങ്ങളിലും ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോഴത്തേനും ചില ആൾക്കാരെങ്കിലും അവരെ എതിർത്ത് നിൽക്കാനായിട്ട് നോക്കും. ഈ എതിർത്ത് നിൽക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഇവരുടെ ചിലപ്പോൾ കത്തി കാണും, അല്ലെങ്കിൽ ഗണ്ണ് കാണും. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന എന്തും ആയിക്കോട്ടെ, അതെടുത്തിട്ട് നമുക്കിട്ട് തരാനായിട്ട് നോക്കും. കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടേത് മാത്രമായി. അതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇതിനകത്ത്, ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ വണ്ടിയോ സൈക്കിളോ അങ്ങനെ എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയാലും ആരും പ്രതികരിക്കാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം അതാ. ഇവരുടെ കയ്യിൽ എന്താണോ അത് വെച്ചിട്ട് നമുക്ക് ഇഞ്ചുറി വരുത്താനായിട്ട് നോക്കും. അങ്ങനെ ഇഷ്ടം പോലെ കേസസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ, മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇതുപോലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കുക ഇവിടെ. ഓക്കെ, ബൈ.